ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കുണ്ടറ ഇരട്ടക്കൊല കേസിലെ പ്രതി പിടിയിൽ. അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ അഖിൽ കുമാറാണ് പിടിയിലായത്. ജമ്മു കശ്മീരിൽ നിന്നാണ് പ്രതി പിടിയിലായത്. വിവരങ്ങളുമായി ഷമീറയാണ് ചേരുന്നത്. ഷമീർ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇരട്ടക്കൊലപാതക കേസാണ്. അതിലാണ് ഇപ്പോൾ പ്രതിയെ പിടിയിലായിരിക്കുന്നത്. ഏത് രീതിയിലാണ് പ്രതിയെ പിടികൂടിയത്? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? 4.5 മാസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. സ്വന്തം അമ്മയെ പുഷ്പലത, അഖിലിന്റെ എന്നിവരെയാണ് ഈ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത്. സ്ഥിരമായി ലഹരി ഉപയോഗിക്കാൻ പണം ആവശ്യപ്പെടാറുണ്ട്. സ്ഥിരമായി ഈ അമ്മയെ ഇയാൾ മർദ്ദിക്കാറുണ്ടായിരുന്നു. ഈ സംഭവ ദിവസം ഈ അഖിൽ ഇത്തരത്തിൽ ഈ അമ്മയെ മർദ്ദിക്കുകയും പുഷ്പലത പിന്നീട് പുഷ്പലതയുടെ പിതാവിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതിനുശേഷം ആ വീട്ടിലേക്ക് എത്തിയ അഖിൽ ഈ അമ്മയെ മുറിക്കുള്ളിൽ വെച്ച് കൊലപ്പെടുത്തി ഉളിവെച്ച ശരീരഭാഗങ്ങളെല്ലാം ക്രൂരമായി കുത്തുകയും ചെയ്തു. ഇതിനുശേഷം ഇത് തടയാനെത്തിയ മുത്തച്ഛനെ തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തു. മുത്തച്ഛൻ 2ാമത്തെ ദിവസമാണ് മരണപ്പെടുന്നത്. ഇതിനുശേഷം കേരളം വിട്ട് പുറത്തു പോവുകയും ദില്ലിയിൽ കഴിയുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തിൽ ദില്ലിയിൽ നിന്ന് ഇയാൾ ഒരു ATM-ൽ നിന്ന് പണം പിൻവലിച്ചതായി കാണപ്പെട്ടു. പിന്നീട് അന്വേഷണ സംഘം ദില്ലിയിലെത്തിയെങ്കിൽ പോലും അവിടെ നിന്നും ഇയാൾ കടന്നു കളഞ്ഞു. ഇയാൾ മൊബൈൽ ഫോണോ സമൂഹ മാധ്യമങ്ങളോ ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല. പിന്നീട് മണാലിയിൽ ഇയാൾ താമസിച്ചു എന്നൊരു വിവരം പോലീസിന് ലഭിച്ചു. ഇത് കേന്ദ്രീകരിച്ച് 2 അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ പ്രതിയെ ജമ്മു കാശ്മീരിൽ നിന്നാണ് ദില്ലിയിലെത്തി, അവിടെ നിന്ന് മണാലിയിലെത്തി, പിന്നീട് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞു വരവെയാണ് പോലീസിന് ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു. എന്തായാലും ഇയാളെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിക്കും. അതായത് കുണ്ട്ര പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ച ഒരു സംഭവം. ആ സംഭവത്തിലെ പ്രതിയാണ് 4.5 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പിടിയിലാകുന്നത്. ഷമീർ, എന്തായാലും പ്രതി ജമ്മു കശ്മീരിൽ നിന്നും പിടിയിലായി എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. എപ്പോഴായിരിക്കും ഇയാൾ അത്രയും ദൂരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുക? പോലീസിന് ഇയാൾ അവിടെ എത്തി എന്നുള്ളൊരു സൂചന, അവിടെ ഉണ്ടാകും എന്നുള്ളൊരു സൂചന ഏതു വഴിക്കാണ് ലഭിച്ചത്? ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ച് ATM ഉപയോഗിച്ചത് കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിലെ ഒരു പുരോഗതിയാണ് ഇപ്പോൾ ഈ കേസിൽ തുമ്പായി ലഭിച്ചതെന്നൊരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ആദ്യം ഇയാളുടെ 2 ATM കാർഡുകളാണ് ഇയാൾക്കുണ്ടായിരുന്നത്. ഒരു ATM കാർഡ് ഇയാൾ ദില്ലിയിൽ നിന്ന് പണം മാറാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനുശേഷം 2ാമതൊരു ATM നമ്പർ ഇയാൾ മണാലിയിൽ ഉപയോഗിച്ചു എന്ന് പോലീസിന് വ്യക്തമായി. മണാലിയിൽ നിന്നും ഇയാൾ പണം പിൻവലിച്ചിട്ടുണ്ട്. ഇതിനുശേഷം മണാലിയിൽ നടത്തിയ അന്വേഷണത്തിൽ അവിടെ ചില ജോലികളൊക്കെ ഇയാൾ ചെയ്തു വരികയും അവിടെയുള്ള സുഹൃത്തുമായി പരിചയപ്പെട്ട ശേഷം ഇയാൾ ജമ്മു കാശ്മീരിലേക്ക് പോയി എന്നൊരു വിവരം പോലീസിന് ലഭിച്ചു. പിന്നീട് ഈ അക്കൗണ്ട് നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായെന്നൊരു സൂചന മാത്രമാണ് പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്നത്. എന്തായാലും ഈ പ്രതിയെ പിടികൂടിയ ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പോലീസിന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇയാളെ ഉടൻ തന്നെ ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അല്ലെങ്കിൽ വിമാനമാർഗം പോലീസ് കേരളത്തിലേക്ക് എത്തിക്കും. അത്രത്തോളം പോലീസിനെ വലച്ച അല്ലെങ്കിൽ പോലീസിനെ വട്ടം കറക്കിച്ച ഒരു സംഭവം. അതും 2 കൊലപാതകങ്ങൾ നടത്തിയ ശേഷം അതിവിദഗ്ധമായി മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ കേരളത്തിൽ നിന്ന് മുങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞു. ഒടുവിൽ അയാൾ ജമ്മു കാശ്മീരിൽ, ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് ജമ്മു കാശ്മീരിൽ ഒളിവിൽ കഴിയവെയാണ് 21 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ പിടിയിലാകുന്നത്. ഇയാൾ അതികഠിനമായി ലഹരി ഉപയോഗിക്കുന്ന വലിയ ലഹരി റാക്കറ്റിന്റെ ഭാഗമാണ് ഇയാൾ. പല ലഹരി മാഫിയകളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും പോലീസ് എല്ലാം തന്നെ പോലീസിന്റെ പക്കലാണുള്ളത്. ഇനി പ്രതിയെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കണം, കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. ആ കൃത്യം നടത്തിയത് എങ്ങനെയാണെന്ന് വിശദീകരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് നടത്തേണ്ടി വരും. അതിനായി പ്രതിയെ കേരളത്തിലേക്ക് എത്തിക്കേണ്ട ഒരു നടപടിക്രമം മാത്രമാണ് ഇനി ആക്കിയിട്ടുള്ളത്. ശരി ഷമീർ, കുണ്ടറ ഇരട്ടക്കൊല കേസിലെ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ അഖിൽ കുമാറാണ് പിടിയിലായത്. ജമ്മു കാശ്മീരിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്.